അങ്ങനെ ആ പ്രശ്നവും ഒത്തുതീർപ്പിലേക്കായി. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു മേനോനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഒത്തുതീർപ്പായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യയുടെ അനിയത്തിയുമായിട്ടൊക്കെ സംസാരിച്ച് എല്ലാം ഒത്തുതീർപ്പാക്കി. ഭാര്യയ്ക്കിപ്പോൾ പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മന്ത്രിസഭാ യോഗം കൂടാനിരിക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിക്കെതിരെ ഇങ്ങനെ വലിയൊരു പരാതിയൊക്കെ ഉയർന്നു വന്നത്. സർക്കാരിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു വിഷയമായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി കാണാനിരുന്നതാണ്. അതിനിടയിലാണ് ഗണേഷ് കുമാർ ഇപ്പോൾ ഒരു സ്വന്തം രീതിയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനമെടുത്തത്. മന്ത്രി എന്ന നിലയിൽ മികച്ച ഒരു മന്ത്രി തന്നെയാണ് ഗണേഷ് കുമാർ. പക്ഷേ വ്യക്തിജീവിതം പലപ്പോഴും ഗണേഷ് കുമാറിനെ ഇങ്ങനെയുള്ള വിവാദങ്ങളിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ആ വ്യക്തിജീവിതം ഇനിയെങ്കിലും സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്വം, ഒരു സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് താങ്കളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഉൾപ്പെടുന്ന കൂട്ടായ്മയ്ക്ക് നാളെ ഒരു പ്രശ്നമാകാതെ ഇരിക്കട്ടെ. കാരണം എന്ന് പറയാൻ നിങ്ങൾ LDFൻ്റെ കൂടെ നിന്നപ്പോഴും UDFൻ്റെ കൂടെ നിന്നപ്പോഴും നിങ്ങളുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, നിങ്ങളൊരു മികച്ച മന്ത്രിയായിട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന വ്യക്തിപരമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു സംവിധാനങ്ങളെ ബാധിക്കാറുണ്ട്. ഇപ്പോൾ ഒരു മൂന്നാം ഇടതുപക്ഷ സർക്കാർ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്ത് അതിലെ തന്നെ മികച്ച ഒരു മന്ത്രിയായ താങ്കളിൽ നിന്ന് ഇങ്ങനെയൊരു വിഷയം ഉണ്ടാകുന്ന സർക്കാരിനെ വളരെയേറെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ എന്തായാലും ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ KSU ഒക്കെ തന്നെ താങ്കൾക്കെതിരെ വലിയ സമരമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കിയതോടുകൂടി അവരിപ്പോൾ വഴിയാധാരമായിരിക്കുകയാണ്. അവരേത് സമരമായിട്ട് വന്നാലും അവർ പകുതിക്ക് വെച്ച് നിർത്തിപ്പോകേണ്ട ഒരു അവസരത്തിലാണ്. കാരണം നിങ്ങളിങ്ങനെ ഇത് ഒത്തുതീർപ്പായത് അവർക്ക് വളരെയേറെ വിഷമമുണ്ട്. നിങ്ങളിത് ഒത്തുതീർപ്പായത് ശരിയല്ല എന്നാണ് KPCC പ്രസിഡന്റ് പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒത്തൊരുമിച്ച് പോവുക. ഓക്കെ.